സിറ്റി രമേശ് ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ ചർച്ചയിലേക്ക് പോകും മുൻപ് ഒരു BLO പറഞ്ഞതാണ്. ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ല, കമ്പ്യൂട്ടർ കാര്യമായി അറിയാത്ത ആളാണ്, ഫോമൊക്കെ കൊണ്ടുകൊടുത്തു, സ്കാൻ ചെയ്യുന്നു, ഇനി തിരിച്ചു മേടിച്ച് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. അയാൾ ആണയിട്ട് പറയുന്നു അയാളുടെ മരിച്ചുപോയ കുഞ്ഞ് സത്യം, ഇനി മാനസിക പീഡനമാണെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു. വേറൊരാൾ പറഞ്ഞു എനിക്ക് ദൈവത്തിൽ വിശ്വാസമുള്ളതുകൊണ്ട് ആത്മഹത്യ ചെയ്യാതെ ഇരിക്കുന്നു, ഇല്ലെങ്കിൽ അനീഷിന് മുന്നേ ജീവനെടുക്കാൻ ആലോചിച്ചുവെന്നാണ്. ഇന്നും വരുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഇണ്ടാസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ്. ഈ സമ്മർദ്ദപ്പണി താങ്ങാനാവാതെ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് മരിച്ചു കിടക്കുമ്പോഴും തിട്ടൂര ഇന്നും ഇറങ്ങുകയാണ്. ഈ അടിമപ്പണിയാണെങ്കിൽ എനിക്ക് പറയുന്നൊരു വിഷമമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം പറയുകയാണ് ശ്രീ രമേശ്, ഇതിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇനിയും ഉണ്ടാകും കേരളത്തിൽ BLO ആത്മഹത്യകൾ. തീർച്ചയായും പറഞ്ഞോട്ടെ ആശ്മി. പറയൂ സർ, കേൾക്കാമോ? കേൾക്കാം ശ്രീ രമേശ്, പറഞ്ഞോളൂ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നിയോജകമണ്ഡലത്തിലെ ആലപ്പടമ്പ് വില്ലേജിൽ 18-ാം നമ്പർ ബൂത്തിലെ BLO നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അനീഷ് ജോർജ് അകാലത്തിൽ നമ്മെ വേർപിരിയുകയുണ്ടായി. പരേതനോടുള്ള ആദരാഞ്ജലികൾ BLO കൂട്ടായ്മയുടെ സംസ്ഥാന സമിതിയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് BLOമാരുടെ പൊതുപ്രശ്നങ്ങളിലേക്ക് ഒരു ചെറിയ സമയം ചെലവഴിക്കുകയാണ്. BLO സംവിധാനം നിലവിൽ വന്നത് 2004-ലാണ്. ആ സമയത്ത് ബൂത്ത് തലത്തിലുള്ള സ്കൂളുകളിലെ അധ്യാപകരെ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പട്ടിക ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി. തുടർന്ന് 2008 ഓൺലൈനിലൂടെ BLO വളണ്ടറി ആപ്ലിക്കേഷൻ ഫോം സ്വീകരിച്ചുകൊണ്ട് BLOമാരെ നിയോഗിക്കപ്പെട്ടു. 2013 വരെ വെറും തുച്ഛമായ 3000 രൂപയാണ് BLOമാർക്ക് റെമ്യൂണറേഷനായി നൽകിക്കൊണ്ടിരുന്നത്. അവർ BLO ഏകദേശം ഒരു ബൂത്തിൽ 300-നും 500-നും ഇടയിലുള്ള വീടുകളുണ്ട്. വോട്ടർമാർ ശരാശരി 1200 വോട്ടർമാർ ഒരു ബൂത്തിലുണ്ട്. ഈ വോട്ടർമാരുടെ ആകെ നമ്മുടെ ഈ ബൂത്തിലെ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ, മരിച്ചവരെ നീക്കം ചെയ്യുക, താമസം മാറിയവരെ പട്ടികയിൽ നിന്ന് നീക്കുക, പുതുതായി വന്നവരെ കൂട്ടിച്ചേർക്കുക, ഈ അപ്ഡേഷൻ തുടർച്ചയായി ഈ BLO ആ ബൂത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി പങ്കെടുത്തുകൊണ്ടാണ് ഈ തുച്ഛമായ റിമ്യൂണറേഷനുമായി വാങ്ങിക്കൊണ്ട് 3000 രൂപ തുച്ഛമായ പ്രതിഫലമായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് വന്നിരുന്നത്. 2013 BLOമാർ സംഘടിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ ചുമതലയിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയും അങ്ങനെ 2013 ശേഷമാണ് 6000 രൂപ റിമ്യൂണറേഷനും 1200 രൂപ ഫോൺ ചാർജും 7200 രൂപയോടുകൂടി ഈ പ്രവർത്തനം വളണ്ടറിയായി നമ്മളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 2023 വരെ ഒരു പ്രശ്നവുമില്ലാതെ 10-15 വർഷം നമ്മൾ ഈ BLO രംഗത്ത് പ്രവർത്തിച്ച് ഒരു സുപ്രഭാതത്തിൽ റിട്ടയർ ചെയ്യുന്നതും അതോടൊപ്പം അംഗൻവാടി ടീച്ചർമാർ, ആ പ്രദേശത്തുള്ള അംഗൻവാടി ടീച്ചർമാരെയും പെൻഷനറാകുന്ന ആളുകളെയും ഓട്ടോമാറ്റിക്കലി മാറ്റിക്കൊണ്ട് നേരിട്ട് സർക്കാർ സർവീസിലുള്ള ഒരു താല്പര്യവും ഇല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ അടക്കം നിർബന്ധപൂർവ്വം ഇലക്ഷൻ ഡ്യൂട്ടി എന്ന രീതിയിൽ ഹിൻഡാസ് എടുത്തുകൊണ്ട് അവരെ സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ചുകൊണ്ട് ഈ BLOമാരെ നിയോഗിച്ചുകൊണ്ടാണ് ഈ റിമ്യൂണറേഷൻ ഈ SIR പ്രക്രിയ ആരംഭിച്ചത്. ഒരു തരത്തിലും അവർക്ക് ഈ ബൂത്തിലെ വോട്ടർമാരുമായോ പ്രദേശം ഏരിയയായി ബന്ധവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ പെട്ടെന്ന് 2-3 മാസങ്ങൾക്ക് മുന്നേ ഈ SIR പ്രവർത്തനത്തിൽ ഇറങ്ങുന്നത്. വർഷാവർഷങ്ങളിൽ ആ ബൂത്തിലെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന BLOമാരെ 90% ആളുകളെ നീക്കിക്കൊണ്ടാണ് പുതിയ ആളുകളെ ചേർത്തുകൊണ്ട് ഈ പ്രക്രിയ ആരംഭിച്ചത്. അതിൻ്റെ ഫലമാണ്. മാത്രമല്ല ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ, ജില്ലാ കളക്ടർ, ഇലക്ഷൻ അല്ല ശ്രീ രമേശ്, ഇത് ഹരിയാനകൾ എല്ലാവർക്കും മനസ്സിലാവുന്ന പണിയാണ്. ഇതിപ്പോൾ ബീഹാറിലൊക്കെ എങ്ങനെ നടന്നു എന്ന കാര്യം നമുക്കറിയില്ല. പക്ഷേ നമ്മൾ കേരളത്തിലെ സാഹചര്യത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ. ആ എന്യൂമറേഷൻ ഫോം നോക്കിക്കഴിഞ്ഞാൽ ആകെ മൊത്തം കൺഫ്യൂഷനാണ്. അത് 10-16 വർഷമായി ഈ പണി ഞാൻ കണ്ടാണ്. ആ ഫോം 10-16 വർഷമായി ഈ പണി എടുക്കുന്ന ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാക്കാൻ സാധാരണക്കാരന് പറ്റില്ല. അത്രയും ഉയർന്ന ബുദ്ധിയുള്ളവന് മാത്രമേ അത് മനസ്സിലാവൂ, സാധാരണക്കാരന് മനസ്സിലാവില്ല. അത് BLOയുടെ സഹായം ഉണ്ടെങ്കിൽ പോലും അത് പൂരിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഫോമാണ്. ഒരു BLOയ്ക്ക് ഒരു വീട്ടിൽ മിനിമം 1 മണിക്കൂർ ചിലവാക്കിയാലെങ്കിലും ആ ഫോം കിട്ടൂല. ഈ വീട്ടിൽ എല്ലാവരും ഉണ്ടാവണമെന്നില്ല. കാര്യം ശരിയാണ്. പക്ഷേ കണ്ണൂർ കളക്ടർ പറയുകയാണോ ഒരു വർഷമല്ലോ, ഒരു സമ്മർദ്ദം ആർക്കുമില്ല. ഇവിടെ ഈ ആത്മഹത്യക്ക് കാരണം സമ്മർദ്ദമല്ല എന്നാ കൊടുത്തേക്കുന്ന റിപ്പോർട്ട്. ഇവരൊക്കെ കള്ളം പറയല്ലേ, നിങ്ങൾ ഒറ്റ കൊടുക്കുകയല്ലേ രമേശ്? BLOമാർക്ക് കൃത്യമായ ട്രെയിനിങ്ങുകളിൽ നൽകുന്നവർക്ക് പോലും ഇതിൽ വ്യക്തതയില്ല. ഇതിനെ സംബന്ധിച്ച് ഒരു ഹോംവർക്ക് ചെയ്യാതെയാണ് BLOമാരെ ഈ ഫീൽഡിൽ ഇറക്കിയിട്ടുള്ളത്. BLOമാർ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുമ്പോൾ അവർക്കും ഈ
ആപ്പിനെ കുറിച്ചോ ഇതിൻ്റെ ഓൺലൈൻ പ്രോസസ്സിങ്ങിനെ സംബന്ധിച്ച വ്യക്തമായ ധാരണകളില്ല. അങ്ങനെയാണ് പുതുതായി കടന്നു വരുന്ന BLOമാർ ഇതെന്ത് ചെയ്യണമെന്നുള്ള രീതിയിൽ പിന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മാനസിക പ്രയാസം. പിന്നെ സഹായത്തിന് BLAമാർ, ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ നമ്മൾ വിളിക്കുന്നുണ്ട്, അവർ സഹായങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ജില്ലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ പ്രദേശത്തിലെ 500 വീടുകളിലെ ആളുകളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടാവില്ല, ബൂത്ത് ഏരിയ അറിയാൻ വഴിയില്ല. അപ്പോൾ ഇതൊക്കെ പഠിച്ച് ഈ പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതിൽ വലിയ പ്രയാസമുണ്ട്. കട്ട് ഓഫ് ഡേറ്റ് December 4 ഈ പ്രോസസ്സ് പൂർത്തീകരിക്കേണ്ട കട്ട് ഓഫ് ഡേറ്റ്. അതിനുള്ളിൽ ഒരു തരത്തിലും നമുക്ക് ഈ പ്രോസസ്സ് ഓൺലൈനിലൂടെ ആപ്ലിക്കേഷൻ ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഓൺലൈനിലൂടെ പ്രോസസ്സിംഗ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ചിലപ്പോൾ ആ ഡേറ്റ് നീട്ടുമായിരിക്കും. പക്ഷേ ഡേറ്റ് നീട്ടിയാലും ഈ ആത്മഹത്യക്ക് പരിഹാരം ഉണ്ടാവില്ലോ. ഞാൻ സത്യസന്ധമായി പറയണം, ആത്മാർത്ഥമായി പറയാണ്, ആത്മഹത്യയെ പറ്റി ആലോചിക്കുന്ന BLOമാർ ഈ സമയമുണ്ട്. ഞാൻ ഈ ചർച്ചയിലേക്ക് കയറും മുമ്പ് ഒരു BLOയോട് സംസാരിച്ച് വെച്ച് തൊട്ട് പിന്നാലെ അയാൾ ഇട്ട ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാവോ? അല്ല, ഒരു ജീവനക്കാരൻ എന്ന പരിഗണന തരണ്ട, ഒരു മനുഷ്യൻ എന്ന പരിഗണന തന്നുകൂടെ നമുക്ക്? ജീവനക്കാരൻ പോട്ടെ, ടെസ്റ്റ് ചെയ്ത് ജോലി വാങ്ങിച്ച കാര്യമൊക്കെ പോട്ടെ, ഒരു മനുഷ്യൻ എന്ന ഒരു പരിഗണന നമുക്ക് തന്നുകൂടെ? രാവിലെ 8 മണിക്ക് ഞാൻ ഇറങ്ങിയതാ, ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീട്ടിൽ പോയത്. ഇപ്പോൾ 6:30 മണിയായി. ഇനിയിപ്പോൾ ഈ കിടന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് എങ്ങനെ നമ്മൾ ഈ പോകുന്നത്? വീട് മൊത്തം താറുമാറായി കിടക്കുക, തൂത്തിട്ടില്ല, തുടച്ചിട്ടില്ല, വൃത്തിയാക്കിയിട്ടില്ല, വീട്ടിലെ കാര്യങ്ങൾ അറിയത്തില്ല, ആത്മഹത്യയുടെ ധൈര്യമില്ല, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുപാട് BLOമാരുണ്ട്, നേരിട്ടറിയാവുന്നവരുണ്ട്, നേരിട്ടറിയാവുന്നവരുടെ ബന്ധുക്കളുണ്ട്, നേരിട്ടറിയാവുന്ന ഭാര്യമാരുണ്ട്, 2-3 മണി വരെ പണിയെടുക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവർ സംസാരിക്കുന്ന ഓരോരുത്തരും ആത്മഹത്യയെ പറ്റി പറയാണ്. ഓരോരുത്തരും, ഞാൻ ഉത്തരവാദിത്വബോധത്തോടെ പറയുന്നു, ഓരോരുത്തരും സംസാരിക്കുന്ന ആത്മഹത്യയെ പറ്റിയാണ്. എന്നിട്ടാണ് വീണ്ടും ഇന്ന് സമ്മർദ്ദം മുറുക്കി വീണ്ടും ഈ പറഞ്ഞ ഉത്തരവിറങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.